കെ ബാബു പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സംഭവമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാണുന്നത്. കാരണം അദ്ദേഹം പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. ഇതൊരു ചരിത്രം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പ്രത്യേകിച്ചും 3.5 പതിറ്റാണ്ടോളം കാലം രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും പാർലമെന്റ് രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത കെ ബാബു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ അല്പം ഞെട്ടലുണ്ടാക്കിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചർച്ചയ്ക്ക് അവർ തയ്യാറായില്ല എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ നിന്നും വിട്ടുനിന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തമായി തന്നെ പറയാൻ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും കെ ബാബുവിനെ ഉയർത്തി കാണിക്കാനോ മറ്റുമൊന്നുമല്ല. അതിലൂടെ ചില തരത്തിലുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനും പറയാനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മരിക്കുന്നതുവരെ ബോർഡ് വെച്ച കാറിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് കെ ബാബു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, കോൺഗ്രസ്സുകാരിൽ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് മരിക്കുന്നതുവരെ MLA ആയിട്ടോ MP ആയിട്ടോ ഒക്കെ തുടരണം എന്ന താല്പര്യം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്കിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങൾ ഈ കെ ബാബുവിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതിന് പിന്നിൽ ചെറിയൊരു രഹസ്യം കൂടിയുണ്ട്. ഇത്തരം ഇടപെടലുകൾ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കും എന്നുള്ള ചെറിയ പ്രതീക്ഷകൾ കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ താൻ സജീവമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നത് എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ കരുതാൻ. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു താൻ കോൺഗ്രസ് വിട്ട് എങ്ങും പോകില്ല, കോൺഗ്രസിൽ തന്നെ തുടരും. പക്ഷേ തന്നെ നേതാക്കന്മാരാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്, പക്ഷേ തൻ്റെ മനസ്സിൽ നിന്നും കോൺഗ്രസ് പുറത്തു പോയിട്ടില്ല എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നതും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില കുത്തുകൾ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നടത്തുന്നതും. കെ ബാബുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പുതുയുഗയാത്ര പല സ്ഥലങ്ങളിലും എത്തിയപ്പോഴും അവിടുത്തെ ജനത്തിരക്കിനെ കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെതായ ചില വാക്കുകൾ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. കാരണം തിക്കും തിരക്കും എന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടത്. അതിനകത്ത് ഷാഫി പറമ്പിലിൻ്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെയും ചിത്രങ്ങളുമൊക്കെ പങ്കുവച്ചിരുന്നു. ഇതിൽ പുതുയുഗയാത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും താൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രചരണ പരിപാടികളിലൊക്കെ സജീവമല്ല എങ്കിൽ പോലും താൻ ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലുമൊക്കെ സജീവമാണ് കോൺഗ്രസിനു വേണ്ടി എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലൂടെ ചെയ്യുന്നത്. പക്ഷേ എത്രയൊക്കെ ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോയാലും തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണ പരിപാടികളിലും ഉൾപ്പെടുത്തണ്ട എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡ്. കാരണം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അവസരമുണ്ട് കേരളത്തിൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ. അതിന് ഒരു വിലങ്ങ് തടിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ ഉയർത്തി കാണിക്കുന്നതിനോട് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തു തന്നെ നിൽക്കേണ്ടി വരും എന്നത് ഒരു കാര്യം. എന്നാൽ പുറത്തു നിന്നാൽ തന്നെയും കോൺഗ്രസിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് പിന്നീട് എപ്പോഴെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയായി മാറും എന്ന പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനുമുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള എതിർ അഭിപ്രായങ്ങൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നപ്പോഴും ഒരു വിഭാഗം നേതാക്കന്മാർ മൗനമായിരുന്നു. പ്രത്യേകിച്ചും KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ചടുലമായ ഭാഷയിൽ മറുപടി പറഞ്ഞില്ലെങ്കിലും വ്യക്തമായ തെളിവുകൾ കൈവശം കിട്ടിയപ്പോൾ മാത്രമാണ് മറുപടിയുമായി രംഗത്തെത്തിയത്. അതേസമയം പ്രതിപക്ഷ നേതാവാകട്ടെ തനിക്ക് പറയാനുള്ളത് ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്തു തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ പറയുകയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി AICC നേതൃത്വത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ഇടപെടലുകൾ കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നത്.
അങ്ങനെ പുറത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വി.ഡി. സതീശൻ കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള സമയത്തൊന്നും തന്നെ അകത്തേക്ക് വലിയ എളുപ്പത്തിൽ പ്രവേശിക്കാനാകില്ല. പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അകത്തേക്ക് കയറാൻ ഒരു ശ്രമം നടത്താം. അതിനപ്പുറത്തേക്ക് മറ്റും ഒന്നും നടക്കില്ല എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണ പരിപാടികൾ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. പക്ഷേ AICCയുടെ തീരുമാനമനുസരിച്ച് ഈ പ്രചരണ പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കാൻ ഒരു അവസരവും നൽകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നിയമസഭയിൽ നിയമസഭാ സാമാജികനായി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടി എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പിൽ പരാതി നിൽപ്പുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഒരു പക്ഷേ ഈ ചെറിയ കാലയളവിലെ ഈ നിയമസഭാ സമ്മേളനത്തിലേക്ക് CPIM കടന്നാൽ തന്നെയും അതിനെ എതിർക്കാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുമ്പോഴും ചില കാര്യങ്ങളിൽ അനുകൂലമായ നിലപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി സ്വീകരിക്കുന്നത് ചെറിയൊരു ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഈ വലിയ തരത്തിലുള്ള പ്രതീക്ഷ വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിന്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് ലഭിക്കത്തില്ല, മത്സരിക്കാൻ അവസരമുണ്ടാകില്ല, അവസരം നൽകാനുള്ള സാധ്യതയും ഉണ്ടാകില്ല. കാരണം അത്രയധികം എതിർപ്പാണ് ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്.